ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ അതാ നമ്മുടെ കൈയുടെ പ്ലാസ്റ്റിക്കും വെട്ടിയിട്ടുണ്ട് കേട്ടോ. കൈയുടെ പ്ലാസ്റ്റിക് വെട്ടി വീണ്ടും ഒരാഴ്ചത്തേക്ക് ആ ബാഗ് തന്നെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് വെട്ടിയാൽ പിന്നെ അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും ദിവസം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കൈ അനങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ കൈ അത്യാവശ്യം നല്ലോണം അനുഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ ഇക്കാക്ക് പനിയൊക്കെ ആയിട്ട് ഇക്കാനുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കണേ കേട്ടോ. എൻ്റെ പനിക്കോളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇക്കാക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോണയാണ്. അപ്പോൾ അങ്ങനെ ഇക്ക റെഡിയായി, ഞാൻ റെഡിയായി. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള കോതമംഗലം സെൻറ്റ് ജോസഫ് ധർമ്മഗിരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കാഷ്വാലിറ്റിയിൽ വന്ന് BP പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ വന്നിന്ന് പോസ്റ്റ് ആയതിനു ശേഷമാണ് കേട്ടോ അങ്ങനെ സിസ്റ്റർമാരും കാര്യങ്ങളൊക്കെ വന്ന് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ BP കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിതാ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു ആക്സിഡൻറ്റ് കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഞങ്ങളുടെ പോസ്റ്റ് ആകാൻ കാരണം. നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ പെട്ടെന്ന് അതിപ്പോൾ നമ്മളാണെങ്കിലും അതൊക്കെ ഒരു മനുഷ്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാരുണ്ട് ഡോക്ടർമാരെ കാണാൻ. ഇപ്പോൾ എമർജൻസി കേസുകളും കാര്യങ്ങളൊക്കെ വന്നാൽ ആദ്യം തന്നെ കയറ്റി വിടുമല്ലോ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം ഞങ്ങൾ പരിചയമുള്ളൊരിക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറിപ്പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെയും കണ്ടു കഴിഞ്ഞതാ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ചായ ബജ്ജിക്കടയിൽ പോയി ബജ്ജി മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മുട്ട ബജ്ജി കൊടുന്ന് വെച്ചിട്ടുണ്ട്, മുളക് ബജ്ജി ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഉപ്പ് സോഡയും തണുത്തല്ല കേട്ടോ, തണുക്കാത്തയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉപ്പ് സോഡയും മേടിച്ചു. അങ്ങനെ അത് കുറച്ച് കുടിച്ചതിന് ശേഷം പിന്നെ മുളക് ബജ്ജിയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വന്നായിരുന്നു കേട്ടോ. ഇക്കാക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇക്ക എൻ്റെ അകത്ത് നിന്ന് ഇസ്കിക്കൊള്ളാന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇക്കാക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് കയറുന്നതാണ് കേട്ടോ. അത് കോതമംഗലം പള്ളിത്താഴെയാണ് കേട്ടോ, ചെറുവള്ളിയുടെ അടുത്തുള്ള ഒരു ബജ്ജിക്കടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് അധികം ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പൈസ കെട്ടാൻ പോകണമായിരുന്നു. നമ്മൾ വാട്ടർ സപ്ലൈ ഉണ്ടല്ലോ, അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതോ 2-3 മാസം കണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ കെട്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ അധികം അങ്ങോട്ടേക്ക് ഈ സമയത്തൊന്നും അങ്ങനെ വരാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പിന്നെ അതിലേക്ക് ഞാനാണെങ്കിൽ മറന്നു പോകുകയും ചെയ്തു കേട്ടോ. പൈസ അടിക്കാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറന്നു പോകും. നമ്മൾ കോതമംഗലം പോകുമ്പോൾ പൈസയും കെട്ടാമെന്ന് ഞാൻ വിചാരിക്കും, പിന്നെ മറന്നൊക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പോണ വഴിക്കപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ആക്സിഡൻറ്റ് കേസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും താമസിക്കാൻ കാരണം. അവിടെ നിന്ന് അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ്ട് നല്ല അടിപൊളി ചീരയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പച്ച അതുപോലെ തന്നെ ചുവന്നത് ചീരയും, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ വേറെ എന്തൊരു സൈസ് ചീരയുണ്ട്. നമ്മൾ കഴിക്കുന്ന സൈസ് സംഭവം അല്ലേ, ഭായിമാരൊക്കെ കഴിക്കുന്ന ചീരയുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ പച്ച ചീരയാണ് കേട്ടോ മേടിച്ച. ചുവന്ന ചീര നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഇവിടെ ഇങ്ങനെ ഒരു ബായി വെക്കണതാണ്. അവർക്കിടയിലുള്ള ചീരയും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ പച്ച കളർ ചീരയാണ് കേട്ടോ മേടിച്ച്. പച്ച എന്ന് പറഞ്ഞാൽ വെള്ളച്ചീര എന്നൊക്കെ പറയും അതെട്ടോ. അപ്പം ഞങ്ങളിവിടെ ബില്ലടിക്കാൻ വന്നോടത്തിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തിരക്കല്ല, അവർ ഫുഡ് കഴിക്കാൻ പോയിക്കോർന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പോസ്റ്റ് ആയതിനു ശേഷം ഇതാണ് കേട്ടോ ബില്ല്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് എടുത്ത വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചവിട്ടി കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ചവിട്ടി പിന്നെ അതുപോലെ 2-3 ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നമ്മളെ നോമ്പും കാര്യങ്ങളൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ നമ്മുടെ കഴിപ്പറക്കലേയും കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ചവിട്ടി കാര്യങ്ങൾ അങ്ങനെയുള്ള പോരായ്മ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതുണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ചതാ നേരെ വീട്ടിൽ വന്നു. ഞങ്ങൾ വീട്ടിൽ തേങ്ങാച്ചോറും ഇറച്ചി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേന്നത്തെ, ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പിന്നെ കടയിൽ നിന്ന് ചെറുകടിയിൽ ഒതുക്കാൻ നോക്കിയത്. വീട്ടിൽ വന്നിട്ട് കഴിക്കാമല്ലോ, നമ്മുടെ വാപ്പിച്ചി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറും അച്ചാറും ഇത്ര ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കാര്യങ്ങളെയും കഴിച്ചു. ലെഗ് പീസൊക്കെ തന്നെ ഞാൻ എടുത്തോട്ടോ. 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം നിച്ചുകുട്ടന് ഇന്നലെ രാത്രി നമ്മൾ കൊടുത്തു. ഒരു പീസ് എനിക്ക് പറ്റാണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി കഴിക്കാൻ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ചോറും കുറച്ച് കറിയും കഴിച്ചിട്ട് പിന്നെ പിറ്റേന്നത്തേക്ക് ഞാൻ വേണ്ടി വെച്ചു. പിറ്റേന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ അപ്പുറം ഇരിക്കേണ്ട ഇക്കാടെ മുഖം ശരിക്കും കാണിക്കുന്നില്ല. വേറെ ഒന്നല്ല, ഷർട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ വെട്ടോട്ടേണേൻ്റെ അത്യാവശ്യം വെട്ടം എൻ്റെ മുഖത്ത് നല്ലോണം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ എടുക്കൂട്ടോ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. വാപ്പിച്ചിയും ഇക്കായൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് കേട്ടോ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചിട്ട് എണിക്കാൻ താമസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് പിന്നെയും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഫോൺ കാണാണ്ട് ഞാൻ കഴിക്കാറുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഫോൺ കണ്ടിട്ട്. ഇക്ക ഉണ്ടെങ്കിലാണ് ഞങ്ങൾ കൂടുതലും എന്തെങ്കിലും പഴയ സിനിമ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പണ്ടത്തെ സിനിമയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിനിമയും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ കഴിച്ചു. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിശേഷങ്ങളൊക്കെയും. അപ്പോൾ അതാ പ്ലാസ്റ്റിക് വെട്ടിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പ്ലാസ്റ്റിക് വെട്ടി കഴിഞ്ഞതിന് ശേഷം മറ്റേ ബാഗിലിടാൻ പറഞ്ഞു. മറ്റേ ബാഗ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒരാഴ്ച അങ്ങനെ കൈ ഇട്ടു കേട്ടോ. അപ്പോൾ അതാ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് കൈയ്യ്. ഇനി കൈ പയ്യെ താത്തിയിട്ടോളാൻ പറഞ്ഞു. കാരണം കൈ ശരിക്കും കൊണ്ട് നിവരണില്ല കേട്ടോ. നിവരണില്ല എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ നിവരുള്ളൂ കണ്ടോ. ഇങ്ങനെ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നമ്മുടെ കൈ നിവരുന്നുണ്ടല്ലോ, അതുപോലെ നിവരുന്നില്ല. കാരണം കുറേ ദിവസം നമ്മളിങ്ങനെ കെട്ടിവെച്ചു, ഒരു മൂന്നാഴ്ചത്തോളം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് നടന്നല്ലോ. ഒരു 4-5 ആഴ്ച കെട്ടിവെച്ചു. അപ്പം അതുകൊണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ച് നമ്മൾ കൈയൊന്നും നിവർത്തോ കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പം അതിൻ്റെയാണെന്നാണ് കേട്ടോ പറഞ്ഞ ഡോക്ടർ. ഇനിയിപ്പോൾ എന്താണ് 2 ആഴ്ച കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞേക്കണേ. അതായത് ഒരു ഫെബ്രുവരി 25-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി ചെല്ലാനാണ് പറഞ്ഞേക്കണേ. പിന്നെ ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൈക്ക്. എന്നിട്ടും ശരിയായില്ലെങ്കിൽ കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. ഫിസിയോതെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും. അതുവരെ ചിലപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടിയൊന്നും വരത്തില്ല, തന്നെ ശരിയാവും. നമ്മൾ കൈ തൂക്കിയിട്ടാൽ മതി. കൈ കൊണ്ട് ഭാരമുള്ള കാര്യങ്ങളൊന്നും എടുക്കരുത് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ വേദനയ്ക്കുള്ള മെഡിസിനുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം ഇങ്ങനെ തൂക്കിയിടാൻ തുടങ്ങിയിട്ട് കൈ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടോ നീര് വെച്ചിട്ടുണ്ട്, നല്ല നീര് വെച്ചിട്ടുണ്ട് കേട്ടോ കൈക്ക്. എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എന്താണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനല്ലേ പറഞ്ഞേക്കണേ. അപ്പം അന്നേരം ഡോക്ടർ എന്താ പറയണേന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ അങ്ങനെ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. നോമ്പ് കാര്യങ്ങളൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഡെയിലി ഒരേ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിരിക്കണോ. നമുക്ക് നോമ്പ് തുറ ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ ചെയ്യണ്ടേ. നമ്മൾ ഒരേ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരേ വെറൈറ്റി ഐറ്റംസ് ഇട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്കാനയോട് ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ആയിരുന്നു കേട്ടോ വന്നാർന്നേ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് വന്നാർന്നേ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളോടെയും പറയാമെന്ന് വിചാരിച്ച് കൈ പ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ഇങ്ങനെ പറഞ്ഞതാണല്ലോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി റമദാൻ മാസം ആകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ചുമ്മാ ഇരിക്കുകയാണ്. നിച്ചുക്കുട്ടൻ വണ്ടിയൊന്നും ഓടിക്കാറായിട്ടില്ല കേട്ടോ. വാപ്പിച്ചി ഉമ്മച്ചി അങ്ങോട്ട് പോയി. വാപ്പിച്ചി വിളിച്ചുകൊണ്ട് വരും നിച്ചുക്കുട്ടനെ കേട്ടോ. വാപ്പിച്ചി രാവിലെ കൊണ്ടുപോയിടാനും വരും, വിളിച്ചുകൊണ്ട് പോകാനും വരും കേട്ടോ. ഇന്നിപ്പോൾ പോയുള്ളൂ അവർ. അപ്പോൾ വാപ്പിച്ചി രാവിലെ നിച്ചുക്കുട്ടനെ കൊണ്ടുപോയിട്ടിട്ട് പോയി. നിങ്ങൾക്കറിയാലോ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്, ഒത്തിരി ദൂരമൊന്നും ഇല്ലല്ലോ. പിന്നെ വാപ്പിച്ചി കൊച്ചിനെ വിളിക്കാൻ വരും, നിച്ചുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി വരും. പിന്നെ അങ്ങനെ വണ്ടിയൊന്നും ഓടിക്കാറൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് അന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ പിന്നെ വേറെന്താ, ഉച്ചയ്ക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങണ ശീലം ഇല്ല. ചുമ്മാ കിടക്കും, കുറച്ച് നേരം ചുമ്മാ കിടക്കലേ ഉള്ളൂ കേട്ടോ. ഉറങ്ങത്തോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചുമ്മാ കിടന്നപ്പോഴാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് ചടി അടിച്ച് വീഡിയോ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെന്താ, പിന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അതാ ചുമ്മാ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. നമ്മുടെ ചെടിയൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ നനയ്ക്കലും കാര്യങ്ങളൊന്നുമില്ല. വാപ്പിച്ചൊക്കെയുണ്ട്, വാപ്പിച്ചി ഉമ്മച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവരൊക്കെയാണ് നനച്ച് കൊണ്ടുപോയെടുക്കണേ. ഇനിയിപ്പോൾ കൈയിടതൊക്കെ ശരിയായിട്ട് വേണം. ചട്ടിയൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കണം, വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കണം. ഇതൊക്കെ കൊറോണയുടെ സമയത്ത് ഞാൻ തുടങ്ങിയ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ, എല്ലാം പോയതാണ്. നമ്മുടെ വീട് റെൻറ്റിൻ്റെ വീടായതുകൊണ്ട്, നമ്മുടെ സ്വന്തം വീടല്ലേ, റെൻറ്റ് വീടായതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും തിരിക്കുകയൊക്കെയും ചെയ്ത് കഴിയുമ്പോൾ പകുതി ചെടികൾ ഒടിഞ്ഞു പോകും കാര്യങ്ങളൊക്കെയും ചെയ്യും. പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ ചക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. ചക്ക ഞങ്ങൾ 2 ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ അതെ ചെടികളൊക്കെ അത്യാവശ്യം എല്ലാം അതെ ഇത് ചില ചെടികളൊക്കെ അത്യാവശ്യം നല്ലോണം കരിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ അതിൻ്റെയൊക്കെ അന്ന്. പക്ഷേ ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇനി നമ്മുടെ കൈയൊക്കെ സെറ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിനി ഇതാ ഞാൻ പറഞ്ഞില്ല ചട്ടികളും കാര്യങ്ങളും ഇവിടെ ഇരിക്കേണ്ടത് അപ്പുറം സൈഡിൽ ഇരിക്കേണ്ടത് കണ്ടോ. അതൊക്കെ ചെടികൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു വെച്ചാൽ നമുക്കിനി അതൊക്കെ കഴുകി സെറ്റാക്കി എൻ്റെ അകത്ത് ഓരോ ചെടികളും കാര്യങ്ങളൊക്കെ നടണം. ഇനിയിപ്പോൾ കൈയും കാര്യങ്ങളൊക്കെ കൈയുടെ ഇതൊക്കെ ഓക്കെ ആയിട്ട് വേണം കേട്ടോ. അപ്പോൾ അതാ ഇത് കറ്റാർ വാഴയുണ്ട്. ഈ കറ്റാർ വാഴ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഈ കുറച്ച് ദിവസം മുമ്പ് എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. മേടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടോ തണ്ടൻ്റെ അകത്തുകൊണ്ടേ കുത്തിയതാണ്. ഇതൊക്കെ അതുപോലെ ഞാൻ എണ്ണ കാച്ചാൻ നേരത്ത് മേടിക്കുന്ന കറ്റാർ വാഴയുടെ തൈകളാണ് കേട്ടോ കറ്റാർ വാഴ. എന്നിട്ട് ഞാൻ അത്യാവശ്യം വലിയ തണ്ടങ്ങളൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് ചെറിയ കൂമ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് നടലാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മുടെ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒത്തിരി കാന്താരി മുളകും കാര്യങ്ങളും കിട്ടിയായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ചെറിയൊരു തൈയാണല്ലോ അത്യാവശ്യം നല്ല കാന്താരി മുളക് ഒത്തിരി ഉണ്ടാവും കേട്ടോ. കാന്താരി മുളക് അതിനകത്ത് ഒത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കാന്താരി മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കിട്ടും അങ്ങനെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ സെറ്റാക്കണം. നമ്മുടെ കൈക്കൊക്കെ ഇങ്ങനെ പറ്റി കഴിയുമ്പോഴേ നമുക്ക് അങ്ങനെ തോന്നണേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഇരുമ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇരുമ്പുളി ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചേക്കണേയാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചൊന്ന് താളിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നോമ്പിലേക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തേണ്ടോ. കുറച്ചധികം ഇരുമ്പുളി തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ നോമ്പിലേക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇടയത്താഴം കുടിക്കാൻ എണിക്കുമ്പോഴേക്ക് എടുക്കാമല്ലോ. സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. ഞാൻ എൻ്റെ അകത്ത് അച്ചാർ ഇങ്ങനെ അച്ചാറിനുള്ളിലേക്ക് അരിഞ്ഞ് വെച്ചാൽ ഇത് ഞാൻ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രമാണ് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളിലേക്കും വെച്ചിട്ട് ഒരു പാട് പോലെ വരുമെന്നാണ്. പക്ഷേ ഈ പാത്രത്തിൽ അങ്ങനെ പാടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അത് മാറ്റാൻ നടന്നില്ല. അതിൽ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരം താളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ജസ്റ്റ് കടുക് പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ച് വയ്ക്കാനുള്ളൂ കേട്ടോ. നെല്ലെണ്ണയിലാണ് കേട്ടോ കൂടുതലും ഞാൻ താളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പം അങ്ങനെ പിന്നെ ഇതാ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ നെല്ലിക്കയാണ് കേട്ടോ. വലിയ നെല്ലിക്ക ഇപ്പോൾ ഞാനൊരു കിലോ മേടിച്ചാണ്. കുഞ്ഞു നെല്ലിക്ക എപ്പോഴും കിട്ടണേ. ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല നെല്ലിക്ക തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക കുറച്ച് കാന്താരിമുളും പിന്നെ അതാ താഴെ കിടക്കണേ ഇതാണ് കേട്ടോ വെളുത്തുള്ളിയില്ലേ. ഒരു 5-6 വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് നടുക്കൊന്ന് കീറിയിട്ടേനെയാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നോമ്പിലും മുട്ടയ്ക്കും കഴിക്കലൊക്കെയും നടുക്കൊന്നുമില്ല. നോമ്പിൽ അങ്ങനെ ആരും ഉപ്പിലിട്ട് കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് അങ്ങനെ എടുക്കാതെ കഴിക്കാൻ തോന്നിയാൽ കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഉപ്പിലേക്ക് ഇട്ട് വച്ചിട്ടുണ്ട്. പിന്നെ വേറെന്താ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എപ്പോഴും ഒരേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പനിക്കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ അടുത്ത് ജലദോഷവും അതുപോലെ തന്നെ പനിക്കാനുള്ളൊരു കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വരും. ഇപ്പോൾ കൈ പാടില്ലാണ്ടിരുന്നേ പിന്നെ എനിക്കൊരു പനി ചുമ അങ്ങനെ എല്ലാം വന്ന് മാറിയുള്ളൂ കേട്ടോ. നമ്മുടെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ദാ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജലദോഷം തൊണ്ടവേദന അങ്ങനെ ചുമ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. അപ്പോൾ എന്താണ് അങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ കൂടുന്നതിന് ചെയ്യുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കേട്ടോ. ഇന്നലെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് രാവിലെ എണിച്ച പിന്നെ മുതലാണ് കേട്ടോ തൊണ്ടവേദനയും അതുപോലെ തന്നെ ചുമയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. മേലുവേദന നമുക്ക് പനിക്കാനുള്ളപ്പോൾ നമ്മുടെ മേലിനൊരു വേദനയും ഒരു ഇതുണ്ടാവില്ലേ എന്താ പറയുക അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലിന് അത്യാവശ്യം നല്ല മേലുവേദനയുണ്ട്. പിന്നെ നമുക്ക് തണുക്കണ പോലെ മേല് കുളിരണ പോലെയൊക്കെ തോന്നുമല്ലോ. അതുപോലെ അങ്ങനെ ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കേട്ടോ. പിന്നെ വേറെന്താ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വീഡിയോസ് കാര്യങ്ങൾ എന്താ പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ആക്കാൻ നോക്കും. കാരണം ഇനിയിപ്പോൾ അത് കിടന്നാലും നമുക്ക് റംസാനിലേക്ക് നമ്മൾ പുറയിലേക്ക് നോക്കണ്ട കേട്ടോ. നമ്മൾ വേസ്റ്റ് ചേർക്ക് കൊടുക്കാനുള്ള കൂട് കഴുകി വെച്ചേക്കണെയാണ്. നോമ്പിലേക്ക് പിന്നെ നമ്മളതങ്ങനെ ഇടൂലല്ലോ. ചിലപ്പോൾ നാളെ ആയിരിക്കാം, 2 ദിവസം കഴിയുമ്പോൾ നോമ്പായിരിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ നോമ്പായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ കിടന്നാലും പിന്നെ നോമ്പ് കഴിയേണ്ട വരും. ഇടുമ്പോൾ എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അത് പെൻഡിങ് ആയി കിടക്കും. പിന്നെ ചിലപ്പോൾ ഞാനത് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുമല്ലോ, അതിൻ്റെ ഒപ്പം ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇതിലിടാൻ നോക്കാം. അപ്പോൾ ഒത്തിരി ലെങ്ത്തായി പോവും. പിന്നെ 2 വീഡിയോസായിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ. അത് 2 വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മറ്റേ വീഡിയോസ് ഇടാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി നിച്ചുകൂട്ടം വരുമ്പോഴത്തേക്കും നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വയ്ക്കണം, ചായ വയ്ക്കണം. ചെറുകടി ഇപ്പോൾ ചായക്ക് കടി കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ കൈ പാടില്ലാണ്ടായിട്ടൊന്നും ഉണ്ടാക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വാപ്പിച്ച് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും, അവനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ വാപ്പിച്ച് മേടിച്ചുകൊണ്ട് വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിച്ചുകൂട്ടം വന്നു കഴിയുമ്പോൾ ചായ കൊടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ റെസിപ്പീസൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊന്നുമില്ല. അപ്പോൾ ഇതാ ജിമ്മിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ നോമ്പ് വരാൻ പോവല്ലേ, ഇനിയിപ്പോൾ കൈ ശരിയായാലും നോമ്പ് കഴിയാണ് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാനങ്ങനെ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ആളല്ല കേട്ടോ. ഞാനെങ്ങനെ എപ്പോഴും എങ്ങോട്ടിലേക്ക് ഇങ്ങനെ വണ്ടി ഉള്ളതുകൊണ്ട് എപ്പോഴും ഒന്നല്ലേ വീട്ടിലേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കടകളിലേക്കോ അല്ലെങ്കിൽ ടൗണിലേക്കോ അങ്ങനെ ഓടെങ്കിലേക്കോ പോകുമ്പോൾ നിച്ചുകുട്ടിനെ കൊണ്ടുപോയിടാൻ പോവും, വിളിച്ചുകൊണ്ട് വരാൻ പോവും. അങ്ങനെ വീട്ടിൽ തന്നെ നമ്മളങ്ങനെ അടഞ്ഞിരിക്കുന്ന ആളല്ല. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ദിവസം വീട്ടിലിങ്ങനെ ഇരുന്ന് തുടങ്ങിയ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര ദിവസമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഇക്കുള്ള ദിവസങ്ങളൊക്കെയാണ് ഈ കടപ്പം ജസ്റ്റ് പുറത്തേക്ക് വന്ന് കറങ്ങാൻ പോവും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇതിൽ ഞാൻ ഇനിയിപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ എടുക്കേണ്ടെന്ന്. അത് എൻ്റെ കൈക്ക് പരിക്ക് പറ്റണതിന് മുമ്പ്, ഞാൻ വീഴണതിന് മുമ്പുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇതും അതിലേക്ക് ആഡ് ചെയ്തേക്കാം. ഇനി നോമ്പിലേക്ക് വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മോർണിംഗിൽ പിന്നെ നമ്മൾ നോമ്പിൽ പിന്നെ നമ്മൾ മോർണിംഗ് റൊട്ടീൻ അങ്ങനെയായിട്ട് എടുക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഈവനിങ് റൊട്ടീനായിരിക്കും, നമ്മുടെ നോമ്പ് ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ അല്ലായിരിക്കും എടുക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒരു പഴയൊരു വീഡിയോ എടുക്കേണ്ട, അതും ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോ, മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ. അപ്പോൾ അത്യാവശ്യം ഒത്തിരി ആയിട്ട് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി ഇത് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ അത് വെറുതെ കഷ്ടപ്പെട്ടെടുത്തതാവും. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കൈക്കും പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയത്. അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഇടാണ്ടിരുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണിച്ച് വന്നിട്ടുണ്ട്. അടുക്കളയൊക്കെ നമ്മൾ പതിവ് പോലെ നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടാണ് കേട്ടോ കിടക്കാറ്. അപ്പോൾ നേരം വെളുത്ത് തന്നെയുള്ളൂ. അത്യാവശ്യം ഇപ്പോൾ സമയമൊക്കെ ഒരു 4:45 5 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് നമ്മളങ്ങനെ കിടന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇനി ഒരേ തല്ലിപ്പടയും ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും കുറച്ച് നേരം സമയം എന്തായി, ഇപ്പോൾ ഏകദേശം സമയമൊക്കെ ഒരു 5:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. 5 മണി ഒരു 4:45 കഴിഞ്ഞപ്പോൾ എണിച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ ഒരു 10 മിനിറ്റോടെയും കിടന്നിട്ടാണ് പിന്നെ ഞാൻ എണിച്ച് വന്നത്. പിന്നെ കുറച്ച് ചൂടുവെള്ളം, ചൂടുന്ന വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാസ്കിൽ തലേന്ന് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചിങ്ങനെ ഇരുന്ന് കുടിക്കും. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ഞാൻ പണികളിലേക്കും കാര്യങ്ങളേക്കും തുടങ്ങുള്ളൂ. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് പല്ലും കാര്യങ്ങളൊക്കെ തേച്ച് ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം വെള്ളം കുടിച്ചുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ. അന്നേരം ഉണ്ടോ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പണിയെല്ലാം എണിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര സുമാറുള്ള കാര്യങ്ങളൊന്നുമല്ല. അത്ര എനിക്കിഷ്ടവും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. മൊത്തത്തിൽ വെള്ളി വീഴുവാണ് കേട്ടോ. പറയുന്നതെല്ലാം തെറ്റിപ്പോകുന്നതാണ്, എന്താണെന്ന് അറിയത്തില്ല. അത് പറഞ്ഞാൽ അത്യാവശ്യം ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കണതാണ്. അപ്പോൾ ആ സമയം നല്ല ജലദോഷവും കാര്യങ്ങളും മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ കുറച്ച് നേരം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ വെള്ളം കാര്യങ്ങളും കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വെള്ളമൊക്കെയും കുടിക്കും. അവിടെ എന്തോ കൂടിയിരിക്കണം. ഇപ്പം ഞാൻ എന്താണെന്ന് പോലും ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഉറക്കക്ഷീണവും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും മാറുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ എണിക്കണമല്ലോ, നമുക്ക് പണിയുണ്ടല്ലോ, നിച്ചുകുട്ടനെ സ്കൂളിൽ വിടണമല്ലോ എന്നോർത്തിട്ട് എണിച്ചതാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്തോ ഒരു കൂടുണ്ട്, ഞാൻ തുറന്നു നോക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ വെച്ചാൽ നമ്മൾ ആ വീഡിയോ എടുത്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇന്ന് ഇക്കായും വീട്ടിലുള്ള ദിവസമാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇക്കാനെ വിളിച്ച് ബീഫ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണം. ബീഫല്ല, എല്ല് മേടിക്കാം. നമുക്ക് വൈകുന്നേരത്തേക്ക് എല്ലും കപ്പയും വയ്ക്കാനുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചിന്തിച്ചൊക്കെ ഇരുന്നു. ഇതിന് മാത്രം ചിന്തിക്കാൻ എന്താ ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പിന്നെ വീഡിയോ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നിന്നില്ല. ഈ വീഡിയോ അതേപോലെ തന്നെ കൂടെ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എന്തോ സ്റ്റോപ്പാക്കാൻ എന്തോ വന്നേക്കണം, എന്തോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയും ഞാൻ ഫ്രിഡ്ജിൽ രാത്രി അരിഞ്ഞ് വയ്ക്കും. നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വീഡിയോസിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സാമ്പാറിനാണെങ്കിലും അവിയലിനാണെങ്കിലും സമയം കിട്ടിയ ഞാൻ തലേന്ന് രാത്രി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കും കേട്ടോ.
ഞാനങ്ങനെ അത്യാവശ്യം ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടാറില്ല സാമ്പാറിന്. ഉള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി വരുമ്പോൾ കഷ്ണങ്ങൾ ഒരുപാട് ആവുകയും ചെയ്യും കേട്ടോ. നിച്ചുകൂട്ടിനൊക്കെ അധികം കഷ്ണങ്ങളാണ് വേണ്ടത്, ചില സമയത്ത് അവനക്ക് തോന്നുന്ന പോലെയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണ് രാവിലെ തന്നെ സാമ്പാർ വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലത്തേക്കും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കും അതുപോലെ തന്നെ രാത്രി വരെ ഓടും. ഇക്കാക്ക് രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലും കപ്പും വെക്കണോണ്ട് പിന്നെ എടുക്കത്തില്ലല്ലോ. പിന്നെ ഞാനതൊരു ഇത് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പകുതി എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് നാളത്തേക്ക് എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ വേണ്ട സാമ്പാറും കാര്യങ്ങളെല്ലാം കഷ്ണങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തണുപ്പ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വയ്ക്കൂടെ. ഞാൻ കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം നല്ലോണം ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചത്. അരിഞ്ഞ് വെള്ളം വാലുന്നതിന് ശേഷം അരിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്തത്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഞാനൊരു അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ചെറിയ പാത്രത്തിലാണ് വയ്ക്കണേ. അപ്പോൾ ഷെമ്മി കവർ എടുത്ത് കവർ ചെയ്തൊന്ന് കെട്ടി വെച്ചു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. ഇനി നമുക്ക് പരിപ്പ് വേവിക്കണം. പരിപ്പ് നല്ലോണം വേവിച്ച് ഉടയ്ക്കണം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പരിപ്പ് വേവിച്ച് ഉടയ്ക്കണം, നല്ലോണം ഉടയണം. ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കണമെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുപോലെ തന്നെ ചില പരിപ്പ് അത്യാവശ്യം നല്ലോണം വേവുകയും ചെയ്യും, ചില പരിപ്പുകൾ അങ്ങനെ വേവത്തുമില്ല കേട്ടോ. ഞാൻ കുള്ളിക്കാനോട് ഞാൻ നല്ലോണം വേവുന്ന പരിപ്പ് മേടിക്കാൻ. കുഞ്ഞു കുഞ്ഞു പരിപ്പ്, സാമ്പാർ പരിപ്പ് വലിയ പരിപ്പല്ലേ, എനിക്കറിയത്തില്ല. എനിക്ക് പരിപ്പുകളുടെ കേസും കാര്യങ്ങളൊന്നും എനിക്കറിയാം. ഞാൻ ചെറിയ പരിപ്പാണ് കേട്ടോ. നമ്മൾ പരിപ്പ് കറിക്കാൻ വയ്ക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു പരിപ്പില്ലുണ്ടല്ലോ, ആ പരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നതാ. ഇത് കണ്ടോ, കുഞ്ഞി പരിപ്പാണ്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യം ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലോണം വെന്തോടയും. ഈ വലിയ പരിപ്പുണ്ടല്ലോ അതിന് സാമ്പാർ പരിപ്പ്, അതേ പരിപ്പ് വട ഉണ്ടാക്കണ പരിപ്പ് അതുപോലത്തെ പരിപ്പുണ്ടല്ലോ, എനിക്കറിയത്തില്ലടാവേ എന്തോ. ഞാൻ ഈ പരിപ്പാണ് കൂടുതലും ഉപയോഗിക്കണം. ഇനി പരിപ്പിൻ്റെ വിഷയം അങ്ങോട്ട് വിട്ടേക്കാം. നമുക്ക് അങ്ങനെ കുറച്ച് പരിപ്പ് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ കഴുകണം. പിന്നെ പ്രത്യേകിച്ച് വേറെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും കഴുകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മടിച്ചല്ല കേട്ടോ. എന്തിനാ വെറുതെ നിരത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് കുക്കറും കാര്യങ്ങളൊക്കെ എടുക്കല്, പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് വേവിച്ചെന്താ കുഴപ്പം. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പരിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പരിപ്പ് പിന്നെ പയർ നമ്മൾ പിന്നെ തലേന്ന് വെള്ളത്തിലിടണം. കടലയും പയറും കാര്യങ്ങളൊക്കെ തലേന്ന് വെള്ളത്തിലിടണമല്ലോ. അപ്പം അങ്ങനെ എളുപ്പപ്പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ബീഫ് കറി വയ്ക്കാൻ നേരത്തെ ഞാൻ ആ കുക്കറിൽ തന്നെ ഇട്ട് ഉള്ളി സാധനങ്ങളൊക്കെ വയറ്റും. കാരണം എന്താ, വേറെ പാത്രം കഴുകാൻ ചുമ്മാ വലിച്ചു വരട്ടെ, നമ്മൾ തന്നെ കഴുകും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ വർത്താനം കേട്ടാൽ എനിക്കും വട്ടമൊക്കെ പിടിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എന്നെ കണ്ടു പോകണം കേട്ടോ. അങ്ങനെ പരിപ്പും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ ഓണാക്കി വെച്ചു. പരിപ്പ് അത്യാവശ്യം നല്ലോണം കഴുകുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഉപ്പിട്ട് കൊടുക്കില്ല കേട്ടോ, ഞാനൊരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊങ്ങിത്തെറിക്കില്ലേ, അങ്ങനെ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് സക്സസ് ആകും, ചിലപ്പോൾ അത് ശരിയാവത്തില്ല. നമ്മുടെ കല്യാണി ചേച്ചിയുടെ ഐഡിയ ആണ് കേട്ടോ. കല്യാണി ചേച്ചി നമ്മുടെ കല്യാണി ഉണ്ടല്ലോ, അപ്പുക്കുട്ടൻ്റെ മൈ വേ വിത്ത് കല്യാണിയും, ആ ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഞാൻ സ്ഥിരം കാണുന്ന ആൾക്കാരെല്ലാം സ്ഥിരം കാണുന്ന ആളാണ് കേട്ടോ. അപ്പം എൻ്റെ അന്ന് ഒരേ ടിപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. താങ്ക് യു കല്യാണി ചേച്ചി. അപ്പോൾ
അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് റൈസ് കുക്കറിലേക്ക് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അരി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നെടുത്ത് തിളപ്പിച്ച് വെക്കും കേട്ടോ. ചിലപ്പോൾ വെന്തില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒന്നോടെ ഞാനത് റൈസ് കുക്കറിലേക്ക് തന്നെ ഇറക്കി വെക്കും. എന്നിട്ട് പിന്നെ ഒരു മണിക്കൂറോടെയും കഴിയുമ്പോൾ ഒന്നോടെയും തിളപ്പിച്ചിട്ട് ഊറ്റാറാണ്ട് പതിവ്. ചിലപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം വെന്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ തിളപ്പിച്ച് ഊറ്റുണ്ട് ചേറ്. പിന്നെ അതാ ഉരുളക്കിഴങ്ങ് നമുക്ക് മസാല ദോശ ഉണ്ടാക്കണം. ഇന്ന് നിച്ചുകൂട്ടൻ 2 ദിവസമായിട്ടോ പറയണം മസാല ദോശ വേണമെന്നും. പിന്നെ ഇക്കുള്ള ദിവസം ഉണ്ടാക്കുവാണെങ്കിൽ ഇക്കാക്കും ഇഷ്ടമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ ഇക്കുള്ളൂ വാപ്പി നാളെ ഉണ്ടല്ലോ അപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നിച്ചുകൂട്ടൻ ഒരേ അടവും പറഞ്ഞ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെയും ഈ നിച്ചുകൂട്ടന് ഈ മസാല ദോശ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല ദോശ ആയിരിക്കണം, പക്ഷേ ഉള്ളിൽ മസാല കാര്യങ്ങളൊന്നും അവന് ഓവറായിട്ടൊന്നും കഴിക്കില്ല, കുറച്ചാണ്ട കഴിക്കും, പക്ഷേ ഒത്തിരി വേണ്ട കേട്ടോ. അങ്ങനെ അപ്പോൾ മസാല ദോശ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി ഇതുപോലെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മുമ്പൊരു പണ്ടത്തെ ഒരു വീഡിയോസിൽ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, മസാല ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ഇടും, നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഇട്ട് കൊടുക്കുക, ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഉള്ളപ്പോൾ ഉള്ളതുപോലെ ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച് പഠിക്കണമല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം കേട്ടോ. അങ്ങനെ സവാളയും കാര്യങ്ങളൊക്കെ നന്നാക്കണയാണ് കേട്ടോ മസാലയിലേക്കുള്ള. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മസാല ഉണ്ടെങ്കിലും നമ്മൾ ഈ ഉടുപ്പി ഞങ്ങൾ കൂടുതലും ഈ ഉടുപ്പി ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉടുപ്പി അതുപോലെ തന്നെ ശരവണ ഭവൻ, നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം നല്ല മുളക് ചമ്മന്തി ഇല്ലേ, നല്ല ചുവന്ന തക്കാളി ചമ്മന്തി അതൊക്കെയും കിട്ടാറില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നിച്ചുകുട്ടിനാണെങ്കിലും അതേ ഇക്കാക്കുവാണത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം, അതുപോലെ തന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണം. അതൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ചാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കണം. ഏതിലും ഒരു ഐറ്റം ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിരിക്കും, ഒന്നല്ലെങ്കിൽ ചുവന്ന ചമ്മന്തി അല്ലെങ്കിൽ വെള്ളച്ചമ്മന്തി കേട്ടോ, തേങ്ങ അരച്ച ചമ്മന്തി, ഇതിലേതിലും ഒന്ന് ഞാൻ ഉണ്ടാക്കൂട്ടെ. കാരണം സാമ്പാർ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ വലിയ പിടുത്തം ഉണ്ടാവില്ല ഇവിടെ ആർക്കും. അപ്പം എന്തെങ്കിലും ചമ്മന്തിയോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഇഷ്ടം കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാനത് നമ്മൾ ഭൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഭൂരിയും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ മുളക് ചമ്മന്തി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല കേട്ടോ, സവാള തക്കാളി സംഭവങ്ങളൊക്കെ നല്ലോണം ഒന്ന് വയറ്റി ഉണ്ടാക്കണേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ, ഞാൻ അതല്ലാണ്ട് ചുമ്മാ ഷോർട്സ് ആയിട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഷോർട്സ് ആയിട്ടോ ലോങ് വീഡിയോസിലോ ഇതിലോ ഈ ചമ്മന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോയിക്കോളൂല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ അത് അങ്ങനെ കുക്കറേക്കാൻ തുറന്ന് നോക്കുകയാണ്. ഇനി ഞാനൊരു കാര്യം അത് നല്ലോണം ഉടയ്ക്കും കേട്ടോ. കുക്കറേക്കാൻ തുറന്ന് കഴിഞ്ഞിട്ട് പരിപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം ഉടയ്ക്കും. ഞാൻ സ്പൂണ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്പൂണും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, വീണ്ടും തെറിച്ചെന്നാണ്. ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ചില ആൾക്കാർ പറയും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തത് അന്നേരം തിറയ്ക്കത്തില്ല. അതും ഈ പറഞ്ഞാട്ടെ ചില ദിവസങ്ങളിലൊന്നും തിറയ്ക്കത്തില്ല, എന്നാൽ ചില ദിവസങ്ങളിൽ അത്യാവശ്യം നല്ലോണം തിറച്ച് നമ്മുടെ എത്ര തുടച്ചിട്ടാണ് അടുക്കളയാണെങ്കിലും അങ്ങനെയാവട്ടോ. കണ്ടോ അവിടെ അങ്ങനെ തിറച്ചപ്പോൾ നമ്മുടെ മൂഡ് പോയിട്ടോ. കണ്ടോ
അതാണ് കേട്ടോ. ഈ ഗ്യാസ് അടുപ്പ് അങ്ങനെ ക്ലിയർ അല്ലാണ്ട് കിടന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്താലും കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്കൊരു സന്തോഷം കാര്യം. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥലമല്ലേ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോസ് ഞാൻ കുറേ ദിവസമായി ഇപ്പം എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചേക്കണെയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. എനിക്ക് തോന്നുന്നു സവാളയും കാര്യങ്ങളും വഴറ്റാനാണെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് മസാല സെറ്റാക്കാനാണ് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉള്ളി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് നല്ലോണം മസാലയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാം ശരിയായിക്കോളുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ സംഭവം. ഉരുളക്കിഴങ്ങ് മസാല സെറ്റാക്കാം. എനിക്കിഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മസാല. അത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ പരിപ്പിട്ട് കൊടുത്തിട്ട് പരിപ്പൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വേണം. നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പരിപ്പ് അത്യാവശ്യം നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഞാൻ കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണവരുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എന്താണെങ്കിലും മൊത്തത്തിൽ മിക്സ് ചെയ്യാൻ പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഇങ്ങനെ അരിഞ്ഞ് വെച്ചാൽ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ആദ്യമേ തന്നെ എല്ലാവരുടെയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇളക്കാറാണ് കേട്ടോ പതിവ്. എങ്ങനെയൊക്കെയാണെങ്കിലും എന്ത് ചെയ്യുമ്പോൾ യോജിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ലാസ്റ്റ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയും കിട്ടും. കുറച്ചേരൊക്കെ നിർത്തി ഞാൻ കട്ട് ചെയ്ത് പോണേയാണ് കേട്ടോ. കാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കി കുറച്ച് കഴിയുമ്പോഴാണ് കേട്ടോ പിന്നെ വോയിസ് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ തന്നെ നല്ല മൂക്കടപ്പുണ്ട്, അതുപോലെ തന്നെ തൊണ്ടവേദനയുണ്ട്. കുറേ നേരം അങ്ങനെ സംസാരിച്ച് നമുക്ക് ശ്വാസം കിട്ടില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല നീർക്കെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയൊക്കെ വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പോൾ കണ്ടോ നമ്മുടെ കടുക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഇച്ചിരി മൂപ്പതിയായിപ്പോയി കേട്ടോ. കത്തിപ്പോയി. ഞാൻ എന്തോ അവിടെ ഇട്ടിട്ട് ഞാൻ എന്തോ കാര്യം നെച്ചുകൊണ്ടിനെ എന്തോ വിളിക്കാനായിട്ട് എന്തോ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അത് ഇച്ചിരി കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ലാതൊക്കെ നമ്മുടെ മസാലയിലേക്ക് സെറ്റായി വരുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഉറുപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ എപ്പോഴും ഉള്ളി വാടാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറ്. എന്നൊക്കെ എൻ്റെ ഒരേ തോന്നൽ പോലെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ എൻ്റെ സംസാരം കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കുന്ന ആളാണ്ട്. എനിക്ക് എല്ലാവരോടും ഇങ്ങനെ ഒത്തിരി സംസാരിക്കണൊക്കെ ഇഷ്ടമാണ്. അധികം സംസാരിക്കുന്ന ആളാണ്ട്. അധികം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോയ അവസ്ഥയാണ്. ഇവിടെ ഇക്കായുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ആർക്കും ഞാൻ തലയ്ക്ക് സ്വൈര്യം കൊടുക്കില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കാനുണ്ടാവും. എനിക്കങ്ങനെ സംസാരിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളെ തക്കാളി ചമ്മന്തി എന്ന് പറയില്ലേ, തക്കാളി ചട്നി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിലേക്ക് സവാള, തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്ര ഐറ്റംസും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ നമുക്ക് ഈ മസാല ദോശയ്ക്കും പൂരിയുടെയൊക്കെ ഒപ്പം കിട്ടുന്ന ചുവന്ന ചമ്മന്തി ഉണ്ടല്ലോ, മുളക് ചമ്മന്തി എന്നും പറയും. അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി, തക്കാളി ചട്നി, അങ്ങനെ എന്തൊക്കെയോ പറയും. ആ സംഭവമാണ്, എന്താണെങ്കിലും ആ സംഭവമാണ് ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാ ദോശ, പ്ലെയിൻ ദോശ ഉണ്ടല്ലോ, പ്ലെയിൻ ദോശയുടെ ഒപ്പമൊക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പാറൊന്നും വേണ്ട, സാമ്പാറും വേണ്ട, തേങ്ങാ ചട്നിയും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിതൊരു ഐറ്റം മാത്രം മതിയുടെ ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വഴണ്ടി ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറണം. ചൂടോടെ തന്നെ ഇട്ട് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം വാലാനൊന്ന് ഊറ്റി വെച്ചേക്കാണ്. അപ്പോൾ വെള്ളം വാലാനേക്ക് ഊറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഇതൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് തട്ടി കൊടുത്ത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ ഉടച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് നല്ലോണം വേവിക്കും. കുക്കറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത്യാവശ്യം നല്ലോണം വേവിച്ചെടുത്താൽ കുക്കറിലേക്കൊക്കെ അടുപ്പിക്കുമ്പോൾ ഞാൻ രണ്ട് വിസിലല്ലെങ്കിൽ 3 വിസിലടുപ്പിക്ക് വെച്ച് ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചിലപ്പോൾ ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഇട്ട് കൊടുക്കില്ല. കാരണം നമ്മൾ മസാല സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ
ചിലപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച്, എനിക്ക് ഒരുപാട് സമയമൊക്കെ ഉള്ളതിനനുസരിച്ച്. ഇപ്പോൾ രാവിലെ ഇലവനിച്ച് കൊടുക്കുന്ന സ്കൂളിലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മുടെ പൂച്ച ഇവിടെ മേളിൽ കയറുന്നിട്ട് എൻ്റെ അനക്കം കാര്യങ്ങളെയും കേട്ടാൽ പുള്ളി വന്നേക്കണെയാണ് കേട്ടോ. പുള്ളിയുടെ നെറ്റിക്ക് ആരോ എന്തോ ഒരു പണി കൊടുത്തേക്കണെയാണ്. കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കണ്ടോ. എന്നെ വിളിക്കുന്നതാണ് കേട്ടോ, എൻ്റെ അടുത്ത് വാല് തുറക്കാൻ വേണ്ടിയിട്ട് വിളിക്കണേ. എൻ്റെ അനക്കം എവിടെ കേട്ടാലും അപ്പം ഓടി വരുമല്ലോ. ഒരു കണക്കിന് ഈ മനുഷ്യന്മാരിൽ നല്ലത് മൃഗങ്ങളൊക്കെയാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ അവർക്ക് എന്തോരം നമ്മൾ ഒരു നേരം ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് എപ്പോഴും ഓടി ഓടി വന്നുകൊണ്ട് നമ്മുടെ ഒരു അനക്കം എവിടെ കേട്ടാലും അവർ നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞതാണ്. നല്ല സ്നേഹമാണ് കേട്ടോ അവർക്കേക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെതാ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ദോശയുടെ ഉള്ളിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കുമ്പോൾ അടിപൊളി നല്ലോണം നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്നും കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് തന്നെ നുറുക്കി അരിഞ്ഞിട്ട് വേവിച്ചാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഉടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആകും. വലിയ കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയിലേക്കുള്ള സവാളയും തക്കാളിയും വെളുത്തുള്ളിക്കും അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ. അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിടാം. പിന്നെ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മഷി പോലെ അരിച്ചെടുക്കണം. നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് പിന്നെ നമുക്കൊന്ന് കടുക് പൊട്ടിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ഇക്കാനെ വിളിച്ചെടുപ്പിച്ച് ഇനി ബീഫിന് മറ്റേ നമ്മുടെ ഏഷ്യാഡ് ഉണ്ടല്ലോ, ഏഷ്യാഡ് എല്ലും കപ്പ, പിന്നെ അതുപോലെ തന്നെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അതിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകണം. അന്നേരം ഇക്കാനെ വിളിക്കുമ്പോൾ ഇക്കാനോട് പോയി മേടിക്കാൻ ഇക്കാനോട് പറയാമെന്ന് വിചാരിച്ചാണ്. കുറച്ച് മല്ലിയിലൂടെ മേടിച്ചു. നല്ല ഫ്രഷ് മല്ലിയില ഉണ്ടോ കിട്ടൂല. രാവിലെ തന്നെയാകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വാടി നാശമായിട്ടിരിക്കട്ടെ കണ്ടോ. അപ്പോൾ പുള്ളിക്കാരിയുടെ തലയിൽ എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല മുറിവാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി വെള്ളവും ഒക്കെ കൂടി കുഴച്ചിട്ട് നെറ്റിയിൽ ഇന്നലെ രാത്രി ഞാൻ വച്ച് കൊടുത്തതാണ് പുള്ളിക്കാരി. പക്ഷെ അത് നമ്മളങ്ങനെ വച്ച് കൊടുത്താലും പുള്ളിക്കാരി അത് കൈ കൊണ്ട് തൂത്ത് മൊത്തം കളയിട്ടാണ്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഫുഡ് തീറ്റ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. പരിപ്പ് വേവിച്ച് നല്ലോണം ഉടച്ചിട്ട് ഞാനൊരു ചെരുവത്തിലേക്ക് ഒരു വലിയ ചെരുവത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമോട് വയ്ക്കണം. കാരണം കുക്കറിൽ വയ്ക്കാറുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടാകും. പക്ഷേ കുക്കറിൽ വയ്ക്കണതും ഇങ്ങനെ വയ്ക്കണതും തമ്മിലൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ വേവിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുക്കറിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നല്ല, എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വേവിക്കണതാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് വലിയൊരു കലം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കൂട്ടാൻ കലം അല്ലേ, നമ്മുടെ മൺചട്ടിയൊക്കെ ഉണ്ട്, അതിൻ്റെ കലം ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിലായിരുന്നു വയ്ക്കുള്ളൂ. അപ്പം അതില്ലാത്തതുകൊണ്ട് നമുക്കിതാ സാമ്പാർ പൊടി, പരിപ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഉടച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്താണ്ട് പിന്നെ സാമ്പാർ പൊടി കേട്ടോ. പിന്നെ കായൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നമുക്ക് ഇനി ഒന്ന് അടുപ്പത്ത് നല്ലോണം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അതൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വെന്ത് സെറ്റായി കിട്ടും കേട്ടോ. ഈ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നടിച്ചാൽ മതി. ചിലപ്പോൾ ഒന്നടിക്കണതിൻ്റെ മുമ്പ് ഞാൻ ഓഫാകും. കാരണം കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് കുഴയണം എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ കായും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി ഞാൻ അടുത്തുകൊണ്ട് വയ്ക്കണം. അപ്പോൾ നുള്ളു കായപ്പൊടിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളിലേക്ക് കുറച്ച് ഈ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുമല്ലോ. ഈ ചിലവർ ഈ കട്ടക്കായൊക്കെ മേടിച്ച് എണ്ണയിലിട്ട് വറുത്തിട്ട് പൊടിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ട് എനിക്കതുപോലെ ശരിയായില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പഴയത് ഓർമ്മ ഇരുന്ന് ഞാൻ പൊട്ടിച്ചിട്ടിന് കേട്ടോ. വേറെ പൊട്ടിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീർത്തതിന് ശേഷം മറ്റെടുക്കാമല്ലോ എന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എപ്പോഴും കായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഞാൻ കായത്തിൻ്റെ പൊടിയും കാര്യങ്ങളും, കാരണം അച്ചാറ് കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ടേ കൂടുതലും കായവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് കാര്യങ്ങളുണ്ടാകും. തീരുമ്പോൾ ഞാൻ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ലെണ്ണയാണല്ലോ അതേട്ടോ, നല്ലെണ്ണ എള്ളെണ്ണയൊക്കെയല്ല, എള്ളെണ്ണ എന്നൊക്കെ പറയുമല്ലോ, അതും എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. കാരണം ഞാൻ കൂടുതലും എന്തെങ്കിലും സാധനം കിട്ടി അപ്പം അച്ചാറിടും. അച്ചാറിട്ടിട്ട് എല്ലാവരും കൊടുക്കും. ഈ തത്താക്കും കൊടുക്കും, വീട്ടിലേക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ തക്കാളിയുടെയും സവാളയുടെയൊക്കെ ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുക. പിന്നെ എന്നിട്ടൊന്ന് കടുക് പൊട്ടിക്കും കേട്ടോ. ഞാനിപ്പോൾ എന്ത് ചമ്മന്തിയാണ്, ചിലവർ ചമ്മന്തി കടുക് പൊട്ടിക്കാറില്ല, ഞാൻ കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പോൾ ഇനി ഇക്കാനെ വിളിക്കാൻ പോണേ കേട്ടോ. ഇടയ്ക്ക് ഒന്ന് പോയി വിളിച്ചായിരുന്നു. കാരണം രാവിലെ തന്നെ പോയില്ലെങ്കിൽ
ബീഫ് കിട്ടില്ല. കാരണം ഇന്ന് ഒഴിവ് ദിവസമല്ലേ, എല്ലാ കാര്യങ്ങളൊന്നും കിട്ടില്ല. ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് നേരം വിളിച്ചതിന് ശേഷം എന്താ നമ്മുടെ നിച്ചുകൂട്ടൻ അപ്പുറം കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇക്കാൻ അങ്ങനെ മെനെടുത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ശല്യം ചെയ്താലാണ്ട് എണിച്ചു വരും, അല്ലെങ്കിൽ എണിക്കത്തില്ല. അപ്പോൾ ഇക്ക പറയും രാവിലെ എണിക്കുന്നവരെ വിളിക്കണമെന്ന് പറയും. കാരണം ഇക്ക താമസിച്ചാണല്ലോ വന്നെ, തലേന്ന് താമസിച്ചാണ് വണ്ടി പോയിട്ട് വരും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് കുറച്ച് നേരത്തേക്കുള്ള കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പിരിഞ്ഞടിയായിരിക്കും. ഞങ്ങൾ എപ്പോഴും അടികൂടും വഴക്കും കാര്യങ്ങളൊക്കെയും കൂടും കേട്ടോ. അതുപോലെ തന്നെ ഇണങ്ങുകയും ചെയ്യും കേട്ടോ. ഞങ്ങൾ വഴക്കും കാര്യങ്ങളും കൂടിയേണ്ടി പെട്ടെന്ന് തന്നെ കൂട്ടുകൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നിച്ചുക്കുട്ടൻ അവിടെ എൻ്റെ സൗണ്ട്, ഞാൻ ഇക്കാനെ വിളിക്കുന്ന സൗണ്ട് കേട്ട് തന്നെ അവിടെ കിടന്ന് ഞെരിവിരി കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് നേരം എവിടെയും കിടന്നോട്ടെ, അവനെ കുറച്ചുകൂടെയും കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. കാരണം അവൻ താമസിച്ചാണ് അവനും കിടന്ന്. വാപ്പി വന്നതിന് ശേഷമാണ് കേട്ടോ അവൻ കിടന്ന്. വാപ്പി വന്ന് മിഠായിയും കാര്യങ്ങളും എന്തെങ്കിലും കൊണ്ടുവന്ന് അവനക്കറിയാം. അതൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവൻ കിടക്കത്തുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ കിടന്നുണ്ട്. അപ്പോൾ അയക്കാൻ അങ്ങനെ വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഇക്ക മോൻ പൊത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ എണിച്ച് പോന്നു. നമുക്ക് ഇനിയിപ്പോൾ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ സെറ്റാകണം. അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ നമ്മൾ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇക്കാനെ വിളിച്ചിട്ടുണ്ട്. ഈ നമുക്ക് ചമ്മന്തിക്കുള്ളത് അരയ്ക്കാം. തക്കാളി ചമ്മന്തിക്കുള്ളത് കേട്ടോ. തേങ്ങ അരച്ച് ഇച്ചിരി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. മസാല ദോശയാകുമ്പോൾ 2 സൈസ് ചമ്മന്തി ഉണ്ടല്ലോ, ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് കഴിക്കാറുണ്ട്. അവിടെ നമുക്ക് തക്കാളി ചമ്മന്തി, അതായത് മുളക് ചമ്മന്തിയും അതുപോലെ തന്നെ തേങ്ങ അരച്ച ചമ്മന്തിയും സാമ്പാറും. അതാണ്ട് നിച്ചുകൂട്ടൻ നല്ല പറഞ്ഞ് അവനക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വെച്ചു. പിന്നെ ഇന്നലെ ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ നാളെ ഉണ്ടാക്കി തരാം, വാപ്പി നാളെ ഉണ്ടല്ലോ, അപ്പോൾ നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ നമുക്ക് ചമ്മന്തിയോടെ അരച്ച് സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വേവിച്ച ചെന്ന സംഭവങ്ങളൊക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം വാളംപുളി, നമ്മൾ ഈ പിഴിപുളിയില്ലേ, പിഴിപുളി വാളംപുളി എന്നൊക്കെ പറയും. നമ്മൾ മീൻകറിക്ക് ഉപയോഗിക്കുന്ന പുളിയല്ല, ചിലവർ പുളി മീൻകറിക്ക് ഉപയോഗിക്കണം. നമ്മൾ ചമ്മന്തിക്കും സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയുണ്ട്, വാളംപുളി. അതാണ് അതൊന്നുമില്ല, ഒരു നുള്ളിട്ട് കൊടുത്ത് ഒരുപാട് വേണ്ട, ഒരുപാട് പുളിയായാലും പാട്. നമ്മൾ ദോശയൊക്കെ അത്യാവശ്യം പുളിപ്പിച്ചതല്ലേ, നമ്മൾ അരി അരച്ച് പുളിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ദോശ. അപ്പോൾ ഒരുപാട് പുളിയായാലും കൊള്ളൂല. അതുകൊണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. ഇത് തെളിച്ച് പൊന്തൊക്കെ ചെയ്യിച്ചിട്ട് മല്ല് പിടിച്ച പണിയും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പം കുക്കറിൽ വെച്ചാലും എന്താണ് തിളച്ച് ഇങ്ങനെ ഈ ഫിസലടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തിളയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അത് ഓർക്കുമ്പോൾ നമുക്ക് വിഷയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വച്ചിട്ടില്ലാത്തവരാണ്, ഇതുപോലെ ഒന്ന് വച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. നിങ്ങളെന്നും ഈ കുക്കറിലൊക്കെ ഉണ്ടാക്കണേലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ വച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റാണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഇക്കായൊക്കെ എണിച്ചതിന് ശേഷം പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങണേണ്ട്. കപ്പയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോണേയാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെ അവിടെ പുറത്ത് വന്നിരുന്ന് പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. രാവിലെ തന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ ചടിക്കേണ്ട, ചുറ്റും പുറം മരവും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എപ്പോഴും അടിച്ചുവരിക്കളയാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നല്ല രാത്രി മഴ പെയ്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇലയും കാര്യങ്ങളൊക്കെ നല്ലോണം ചാടിക്കിടക്കണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അടിച്ച് കളയണം. അകത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം കേട്ടോ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലപ്പോൾ നമുക്കിവിടെ അകത്താൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മിറ്റടി ചില ദിവസങ്ങൾ ഞാൻ എങ്ങനെ എന്തെങ്കിലും വേവിക്കാനൊക്കെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി പോകാറുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ രാവിലെ തന്നെ മിറ്റടിയും കഴിയുവാണെങ്കിൽ കുഴപ്പമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി എനിക്ക് പേടിയുണ്ട്. വെട്ടം കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ അടിച്ച് കളയാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇറങ്ങി മിറ്റടിക്കാനും കാര്യങ്ങളൊക്കെ പേടിയുണ്ട്. അപ്പോൾ നമ്മൾ എണിച്ചുകൂട്ടൻ അവിടെ വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവൻ എണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ അലക്കിയിട്ടാണ് കേട്ടോ. അലക്കിയിട്ട് ഞാനൊരു കാര്യം ചെയ്തു. അകത്ത് ഇവിടെ ഫാൻ ഇട്ടതിന് ശേഷം ഞാൻ അവിടെ തന്നെ വിരിച്ചിട്ടുള്ളൂ. നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഉണക്കിയിട്ടും പിന്നെ ഞാൻ ഈ അഴയോടെ കൂടെ തന്നെ എടുത്ത് ഞാനൊന്ന് പുറത്ത് വയ്ക്കും. ഒന്ന് വെയിലൊക്കെ ആയി കഴിയുമ്പോൾ എടുത്ത് പുറത്ത് വയ്ക്കും. പിന്നെ ഒന്ന് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമുക്കെടുത്ത് മടക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കേട്ടോ. രാവിലെ വിരിച്ചിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ അങ്ങനെ അലക്കി ഉണക്കി ഒരു കൊട്ടയിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം രാവിലെയാണ് കേട്ടോ വിരിച്ചിടും. മിഷേരി തന്നെ ഇട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ സാമ്പാർ കാര്യങ്ങളൊക്കെ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഓഫാക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് തേങ്ങ, പച്ചമുളക്, അതുപോലെ തന്നെ 2 കഷ്ണം ചുവന്നുള്ളി. ഇതിൽ ഞാൻ പുളി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്ര ഐറ്റംസ് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തോളൂ കേട്ടോ. നല്ലോണം ഒത്തിരി മൂപ്പൊന്നും ആവാത്ത തേങ്ങ ആയതുകൊണ്ട് നല്ല വെള്ള ചമ്മന്തി തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അത് രണ്ടും അങ്ങനെ കുറച്ച് താളിച്ചെടുത്തപ്പോൾ കുറച്ച് കടുക് ഇട്ടു. അതുപോലെ തന്നെ ഈ ഉഴുന്നുപരിപ്പില്ലേ, ഉഴുന്നുപരിപ്പ് 2-3 ഉഴുന്നുപരിപ്പ് ഇട്ടു.
2 3 വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അപ്പോൾ അതായിക്ക് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചമ്മന്തിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്ന് വെക്കുന്നതാണ് കേട്ടോ. എല്ലും മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. എല്ല് തന്നെയാകുമ്പോൾ അത്ര സെറ്റപ്പില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഇച്ചിരി ബീഫോടെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ഒന്നുമില്ല, സാമ്പാറിലേക്കൊക്കെ മല്ലിയില ഇല്ലാണ്ട് എന്തായാലും. അപ്പോൾ സാമ്പാറും താളിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില എരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് കറിക്കാണെങ്കിലും സാമ്പാറിന് പ്രത്യേകിച്ച് എനിക്ക് മല്ലിയിലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ പിടുത്തമൊന്നും അല്ല. എപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ അന്ന് അതുപോലെ മല്ലിയില ഇല്ലാതെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും മല്ലിയിലയും കാര്യങ്ങളും, മല്ലിയില കുറച്ച് ദിവസം ഇരുന്നപ്പോഴത്തേക്കും വാടിപ്പോകില്ല. അതിനെന്തെങ്കിലും ടിപ്പ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പൂച്ച അവിടെ കയറിയിട്ട് മേളിൽ കയറിയിട്ട് പുറത്തേക്ക് ചാടണയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ഒരേ പണികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ് കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ, നിശ്ചിക്കോട്ടെ ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്തൊക്കെ പണി കഴിഞ്ഞാലും വീണ്ടും ഒരേ ഓട്ടം കാര്യങ്ങളൊക്കെ ആണല്ലോ, ഒരേ പണികൾ തീരത്തില്ലല്ലോ. അത് കഴിഞ്ഞ് എന്തൊക്കെയോ ഞാനങ്ങനെ കൂട് തുറന്ന് നോക്കി, എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കാനുള്ളതൊക്കെയാണ്, ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വയ്ക്കാനൊക്കെ ആയിട്ട് എന്തോ എടുക്കുന്നതാണ്. കറിവേപ്പിലയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കുഴപ്പം, നമ്മൾ വീഡിയോസ് എടുത്തപ്പം ഇതാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം അതാണ്ടോ. എന്തോ ഫ്രൂട്ട്സാണ്, എന്താണോ സംഭവം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്താ സംഭവം എന്ന് നമുക്കിതിൽ നോക്കാം. പഴമാണ് കേട്ടോ, പഴവും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കറിവേപ്പിലേക്ക് ചിലപ്പോൾ ഞാൻ പാത്രത്തിൽ ഉരിഞ്ഞിട്ട് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, കൂട്ടി കെട്ടി വയ്ക്കാറുണ്ട് പതിവ്. എന്നിട്ട് ബാലൻസ് കൂട്ടുവാനും നമ്മുടെ അവിടെ പാത്രം കണിയാൻ്റെ അവിടെ ഞാനൊരു വലിയ കൂട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നിച്ചുകുട്ടനും എണിച്ചാൽ നിച്ചുകുട്ടൻ്റെ സൈക്കിളിന് കാറ്റ് കുറവാണ്. അപ്പോൾ കാറ്റടിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ നിച്ചുകുട്ടൻ പറയണതാണ് പൂച്ച അതിൻ്റെ മേളിൽ കൂടെ ചാടിപ്പോയി എന്തോ പറയണതാണ്. അപ്പോൾ എന്തോ നോക്കുന്നതാണ്, കായും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ നിച്ചുകൂട്ടം പറയുന്നതാണ് പൂച്ച അതിൻ്റെ മേളിൽ കൂടെയാണ് ചാടിപ്പോയെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈക്കിളിൻ്റെ പമ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു സൈക്കിളിന് കാറ്റടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകണതാണ്. നേരം വെളുത്ത് അവൻ എണിച്ച് വന്നപ്പോൾ തന്നെ വാപ്പീനെ കണ്ടപ്പോൾ തന്നെ വാപ്പി സൈക്കിളിൽ കാറ്റ് കുറവാണ്, ടയറിന് കാറ്റ് കുറവാണ്, ടയറിന് കാറ്റടിച്ച് തരാനാണ് കേട്ടോ പറയണേ. അവനക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവനക്ക് നേരം വെളുത്ത് എണിച്ച് കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ പുറം വണ്ടിപ്പിരാന്തനാണ് കേട്ടോ. അല്ലെങ്കിലും പ്രത്യേകിച്ച് ആമ്പിള്ളേർക്കുടെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലായിരിക്കും. പ്രത്യേകിച്ച് നിശ്ചയിക്കണം, എന്തോരം വണ്ടി മേടിച്ചെടുത്താലും വീണ്ടും അവനക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ കടയിലേക്കും കയറുമ്പോൾ അവനോട് വെച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൻ ആദ്യം അവൻ ചാടിക്കറി പറഞ്ഞാൽ വണ്ടി വേണമെന്നാണ് കേട്ടോ. അതുപോലെ ഇഷ്ടമാണ് കേട്ടോ അവനക്ക് വണ്ടി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ എന്തിനാ നിശ്ചക്കുട്ടി ഇതുപോലെ വണ്ടി മേടിച്ച് അവൻ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കത്തൊന്നുമില്ല കേട്ടോ. ദേഷ്യം കയറി അവൻ എടുത്തെറിയും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂട് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കൂടുകളൊക്കെയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ വയ്ക്കും. മറ്റേ മുഷിഞ്ഞ കൂടുകളൊക്കെയാണ് ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് ഞാൻ അവിടെ ചേച്ചിമാർക്ക് കൊണ്ടുപോകാൻ വയ്ക്കലാണ് കേട്ടോ പതിവ്. വെറുതെ നമ്മളിവിടെ ഇട്ട് കത്തിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ നല്ല കൂടുകൾ എടുത്തു വയ്ക്കണം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഉമ്മച്ചിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ കൊടുത്തു വിടാനാണ് കേട്ടോ. ഒരുപാടൊന്നും ഞാൻ എടുത്തു വയ്ക്കില്ല, ഞാൻ കുറച്ച് കൂടുകൾ മാത്രമാണ് കേട്ടോ എടുത്തു വയ്ക്കുള്ളൂ. അങ്ങനെ ഇനി നമ്മൾ അത്യാവശ്യം ഒരു പണികളൊക്കെ ഒതുക്കി കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തൂത്ത് ഉടച്ചിടാനാണെങ്കിൽ എളുപ്പമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ തൂത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ കഴുകി പാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്തേക്ക് അത്യാവശ്യം നല്ലോണം പാത്രങ്ങളൊക്കെ ഉണ്ടാകും. കാരണം രാവിലെ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് ഞാൻ കൗളും പാത്രങ്ങൾ കഴുകാറ്. അപ്പോൾ തലേന്ന് ഞാൻ ബീൻസ് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ബീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ബീൻസ് ഒലുത്തിയത് കഴിച്ചിട്ട് ഇക്കാക്കാണെങ്കിൽ വളരെ ഒത്തിരി ഇഷ്ടമാണ് ബീൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വിലക്കുള്ളിലൊക്കെ ചെയ്തുകൊണ്ട് ഞാനാണല്ലോ കൂടുതലും കടയിലേക്ക് പോയി പച്ചക്കറിക്ക് മേടിക്കണം. ഇക്ക രാത്രി ആവില്ല വരുമ്പം. അങ്ങനെ ഞാൻ കടയിൽ പോവുകയാണെങ്കിൽ നിച്ചുകുട്ടനേക്കും ട്യൂഷൻ കൊണ്ടിടാൻ നേരത്തെ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ആയിട്ട് പോണ സമയത്ത് ഞാൻ എന്തെങ്കിലും പച്ചക്കറി കാര്യം പിന്നെ നമ്മുടെ നിച്ചുകുട്ടന് ഒരേ നിർബന്ധമാണ്. നിച്ചുകുട്ടൻ അത് വേണ്ട, അവനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ പറയണത് അത് മേടിച്ചെടുത്താൽ മാത്രമാണ് കേട്ടോ അവൻ സ്കൂളിൽ കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ അവനക്ക് വേണ്ടാന്ന് തന്നെ അവൻ പറയും കേട്ടോ. അപ്പം നിങ്ങളോർക്കും നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണതൊക്കെ അവർ കഴിക്കുന്നുണ്ട്, വെറുതെ ഉണ്ട്, അവനതൊന്നും കഴിക്കത്തില്ല. എന്താണെന്നറിയില്ല, അവനക്ക് അങ്ങനെ ചോറിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള കൊച്ചൊന്നല്ല കേട്ടോ. ഈ LKGയിലും 1ലേക്കും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്തെങ്കിലും രാവിലത്തെ ചായയും കടിയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി നിർബന്ധിച്ച് പറയും, ടീച്ചർമാരെയൊക്കെ അങ്ങനെ പറയും അങ്ങനെ കൊണ്ടുവരുത് ചോറയും കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ 2 ദിവസത്തേക്ക് അവൻ ചോറുണ്ടാവും, വീണ്ടും അവൻ അതുപോലെ തന്നെ ചെറുകടിയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് മസാലയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തണം. ആദ്യം ഞാൻ പറഞ്ഞില്ല അതൊന്ന് മല്ലിയില ഇട്ട് കൊടുത്തണം. അതിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ പമ്പിനെന്തോ അപ്പോഴത്തേക്കും പറ്റി, പമ്പ് എന്തോ എലി കടിക്കും എന്തോ ചെയ്തു, അതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവൻ്റെ
സൈക്കിളിന് കാറ്റടിക്കാനും കാര്യങ്ങളൊക്കെ, പക്ഷെ അത് ശരിയായില്ല കേട്ടോ. പമ്പ് ശരിയായില്ല. പിന്നെ അതിൻ്റെ ഓസ് കാര്യങ്ങളൊക്കെ മാറേണ്ട വന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ബീൻസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. സവാളയും കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും പയ്യൊന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ബീൻസ് ഇട്ട് കൊടുക്കും. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഒന്ന് പകുതി വേവായി കഴിയുമ്പോൾ കുറച്ച് തേങ്ങയോടെ ഇട്ട് കൊടുക്കും. അങ്ങനെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് അവിടെ കാപ്പി വെച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരേ ഗ്ലാസ് കട്ടൻ കാപ്പിയും കാര്യങ്ങളെയും കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ചായയും കാര്യങ്ങളൊക്കെയും കുടിക്കത്തുള്ളൂ. ഞാൻ എണിച്ചിട്ടാണ് ഈ നേരം വരെ ആയിട്ടാണ് ഈ കട്ടൻ കാപ്പിയോ കാര്യങ്ങളൊന്നും കുടിച്ചുള്ളത്. അല്ലെങ്കിൽ ഞാൻ എണിച്ച് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ഞാൻ കട്ടൻ കാപ്പി എന്തെങ്കിലും കുടിക്കണേ ഉണ്ട്. അപ്പോൾ നിച്ചുക്കുട്ടിനെ കൊണ്ടുപോകാൻ മീനും വറുക്കുന്നുണ്ട് കേട്ടോ. നിച്ചുക്കുട്ടിന് അയല മീനുണ്ട്, അത് വറുത്ത് കൊടുത്തിടാമെന്ന് വിചാരിച്ചാണ്. കാരണം ചാളയ്ക്കും കൊണ്ടുപോകുമ്പോൾ മുള്ള് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിച്ചുക്കുട്ടിന് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അയല മീൻ ഒരു കഷ്ണം വാൽ കഷ്ണം കിടക്കുന്നുണ്ട്, അത് വറുത്ത് കൊടുത്തിടാമെന്ന് വിചാരിച്ചാണ് ഇരിക്കണേ. അങ്ങനെ മീനൊക്കെ വറുക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ദോശയ്ക്കുള്ളത് വച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ദോശ നല്ലോണം മുരിയനോട്ട് നല്ലോണം. ഇപ്പം മസാല ദോശയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ നൈസായിട്ട് ഉണ്ടാക്കില്ല, നമ്മൾ കനം കുറച്ച് ഈ മസാലയൊന്നും ഇല്ലെങ്കിലും എനിക്കിതുപോലെ ദോശ ഉണ്ടല്ലോ, ദോശ നല്ലോണം കനം കുറച്ചിട്ട് നല്ലോണം ഒന്ന് മുരിയിച്ച് തരുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല കേട്ടോ അങ്ങനെ കഴിക്കുവാണെങ്കിൽ. പിന്നെ ആഡംബരത്തിന് വേണ്ടി വല്ല ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തെങ്കിലേ ഉള്ളൂ. എനിക്ക് ദോശയൊക്കെ നല്ലോണം ഒന്ന് മുരിയണം. അതുപോലെ മുരിഞ്ഞ ദോശ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ദോശ നമ്മളെ നിച്ചുക്കുട്ടനാണല്ലോ, നിച്ചുക്കുട്ടൻ്റെ പല്ലിയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നേരത്തെ കൂട്ടി ചുട്ട് വയ്ക്കത്തില്ല കേട്ടോ. ഞാൻ സമയത്തിന് കഴിക്കണ സമയത്ത് മാത്രമാണ്. ഇതിപ്പോൾ ഇക്കാക്കാണെങ്കിലും ശരി എനിക്കാണെങ്കിലും ശരി ആ സമയത്താണ് ഞാൻ ചൂടോളൂ. കാരണം ചൂടാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭയങ്കര കട്ടി പോലെയൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കുള്ള ദോശ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. നിച്ചുക്കുട്ടന് ഒരു ദോശ ഉണ്ടാക്കും. നിച്ചുക്കുട്ടന് അതിൽ കൂടുതൽ കഴിക്കാറൊന്നുമില്ല. നിച്ചുക്കുട്ടൻ ഒരു ദോശ തന്നെ നിച്ചുക്കുട്ടനോട് കഴിപ്പിക്കുന്ന ഒരുപാട് പാടുപെട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ദോശ നല്ലോണം ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കൽ കുറവാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂടോടെ തന്നെ വേണം. പിന്നെ എനിക്ക് ആ സമയത്ത് സമയമില്ലായിരുന്നു, ദോശ കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് ചൂടോടെ തന്നെ ചുട്ട് വരുമ്പോൾ അപ്പോൾ അനിച്ചുകൊണ്ട് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട, മീൻ വറുത്തതും സാമ്പാറും അതുപോലെ തന്നെ ബീൻസ് ഒലത്തിയതും അങ്ങനെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിച്ചുക്കുട്ടനെ കുളിപ്പിച്ചു. ഇക്ക കുളിപ്പിച്ചു. ഇക്കായാണ്ടോ ഇക്ക വീട്ടിലുണ്ടെങ്കിൽ ഇക്ക കുളിപ്പിച്ചോളും. ഇക്ക കുളിപ്പിച്ച് ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് യൂണിഫോം തേച്ച് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ തേച്ച് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ രാവിലെ ആണ്ടോ തേക്കാറ്. തലേന്നൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും. കാരണം പിറ്റേന്ന് നമ്മൾ തേച്ച് തേക്കാൻ നേരത്തെ കഴിഞ്ഞപ്പോൾ കറണ്ട് ഇല്ലാത്ത സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ രാത്രി തേച്ചില്ലെങ്കിൽ തന്നെ രാവിലെ തന്നെ എണിച്ച് തേച്ച് വെക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അലങ്കോലമായി കിടക്കേണ്ട. നമ്മുടെ വീടിൻ്റെ അവസ്ഥയിലപ്പുറമാണ് എല്ലാം നിരന്ന് പിടിച്ചാണ് കിടക്കുന്നത്. തുണികൾ കാര്യങ്ങളൊക്കെ മടക്കാൻ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ മടക്കി എല്ലാം ഒതുക്കി പെറുക്കി വയ്ക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഒരേ പണികളൊക്കെ ആണ്ടോ. നമുക്ക് രാവിലത്തെ പണികളൊക്കെ തീരെ ഇപ്പം എനിക്ക് കുറച്ച് സമയം എടുക്കട്ടെ. കാരണം ഇന്നിപ്പോൾ കപ്പയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം, കപ്പയ്ക്ക് നുറുക്കി വെക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് ചായ കുടിക്കാൻ പറ്റും. ഞാൻ ഒരു ദോശയും ചുട്ടു ചായ കുടിക്കുന്നതാണ്. ഇക്ക ജസ്റ്റ് പുറത്ത് വരെ ഒന്ന് പോയേക്കുവാണ്. ഇക്ക കുറച്ച് കഴിയുമ്പോഴാണ് ഇനി വരുള്ളൂ. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുപ്പിനൊക്കെ എണിച്ച് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാതിരിക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ സമയമില്ലെങ്കിലും ഞാൻ ഇടയ്ക്കിട്ട് ഞാൻ ചായ കുടിക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ ഈ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമല്ല. പിന്നെ എനിക്ക് അതുപോലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നിച്ചുകുട്ടനെയൊക്കെ വിട്ട് കഴിഞ്ഞ് സ്വസ്ഥത സമാധാനമായിട്ട് ഒന്ന് ചായ കുടിക്കണേണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ മസാല ദോശ അതുപോലെ ചമ്മന്തിയിലേക്ക് മുക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് നിച്ചുകുട്ടനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ പെരക്കകത്തുള്ള പണികളൊക്കെ ഉള്ളൂ. ഉച്ചക്കത്തെ കറികൾ കാര്യങ്ങളെല്ലാം സെറ്റായി. ചോറും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ രാവിലെ നിച്ചുകുട്ടൻ പോണ ദിവസങ്ങളിലാണ് എൻ്റെ പണി അതുപോലെ ഉള്ള നേരത്ത് കഴിയുകയും ചെയ്യും. നിച്ചുകുട്ടൻ സ്കൂളിൽ പോകണ്ടാത്ത ദിവസങ്ങളിലാണ് എൻ്റെ പണികൾ താമസിച്ചായിട്ടേ കഴിയുള്ളൂ. അപ്പോൾ കപ്പ അവിടെ അരിഞ്ഞ് കഴുകി സെറ്റാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ അത് ഉച്ചക്കത്തെ വീഡിയോസ് പ്രത്യേകിച്ചൊന്നും എടുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ അത് വൈകുന്നേരം ഉണ്ടോ, വൈകുന്നേരം എല്ല് കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പയും കാര്യങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഈ എല്ലും കപ്പയും വീഡിയോസ് മാത്രമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടോ. ഇതിലും ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കാണിച്ച്
പറഞ്ഞു തന്നെയാണ് കേട്ടോ പോകണം. അപ്പോൾ അതാ മല്ലി, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണം, ഇഷ്ടമാണെങ്കിൽ ഒഴിച്ച് കൊടുത്തോ. ഇപ്പോൾ അതിലത്യാവശ്യം എല്ലിലത്യാവശ്യം നെയ്യ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കുക. ചിലവർ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്ര ഐറ്റംസ് മൂപ്പിക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതൊരു കളറിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. അതുപോലെ നെയ്മയം കുറവുള്ള എല്ലും ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഈ മല്ലിപ്പൊടിയും സംഭവങ്ങളൊക്കെ ഒന്ന് വറക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാറ് പതിവുണ്ട് കേട്ടോ. ഇതുപോലെ വറക്കാണ്ട് ചുമ്മാതെയും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഇതുപോലെ വറുത്ത് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യാറ്. അതെങ്ങനെ നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ സവാള കാര്യങ്ങളൊക്കെ വേവിക്കാൻ വാട്ടാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് അത്യാവശ്യം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആ മല്ലിപ്പൊടി, മുളക് പൊടി സംഭവങ്ങളൊക്കെ ചേർത്ത് ഞാൻ എല്ല് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ എല്ലൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും അതുപോലെ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് നല്ലോണം അത്യാവശ്യം കുറച്ച് ഉപ്പോടെ ഇട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ആ കുക്കറിൽ നമ്മൾ മല്ലി മുളകൊക്കെ വറുത്തുമല്ലോ, മല്ലി മുളകൊക്കെ വറുത്തിട്ട് നമ്മൾ എല്ലിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലിലേക്കും ഇറച്ചിയിലേക്കും നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഈ സവാള പച്ചയ്ക്ക് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നു, നമ്മുടെ എന്ത് റെസിപ്പി വെച്ചാലും എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും നമ്മുടെ ഒരേ ഇഷ്ടങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ സ്ഥിരം ഞാനൊരു റെസിപ്പി തന്നെ ഞാൻ അങ്ങനെ നിൽക്കത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒരേ മാറ്റങ്ങൾ വരുത്തി ജസ്റ്റ് ചേഞ്ചൊക്കെ ചെയ്ത് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മൾ എല്ലും അതുപോലെ തന്നെ കപ്പയും വേവിച്ചിട്ട് അതിലേക്ക് മസാല ഇട്ട് തിളച്ച് കഴിഞ്ഞ് മസാല ഇട്ടിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കണ പരിവാണ്ടോ ഇത് അതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പല രീതിയിലും വെക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇറച്ചിക്കറിക്കും വെക്കുമല്ലോ, നമ്മൾ സവാളയും സാധനങ്ങളെല്ലാം വഴറ്റി മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വറുത്ത് അതിലേക്ക് ബീഫും എല്ലൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ കപ്പയായിട്ട് മിക്സ് ചെയ്യുമല്ലോ, അതുപോലെയും ചെയ്യാറുണ്ട്, ഇതുപോലെയും ചെയ്യാറുണ്ട്. പക്ഷേ അതിലും ടേസ്റ്റ് കൂടുതലാണ് ഇതുപോലെ ചെയ്യണം. പ്രത്യേകം മസാലയും കാര്യങ്ങളൊക്കെ പ്രത്യേകം സെറ്റായിട്ട് അതിലേക്കൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് നിങ്ങൾക്ക് ഒന്ന് മാറ്റി പിടിച്ച് വെക്കണം. നമ്മളെന്നും ഒരേ രുചി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുത്തു പോകും. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നമ്മൾ ചില ഐറ്റംസ് ചില രീതികൾ മാറ്റുന്നുള്ളൂ, പക്ഷേ ടേസ്റ്റ് ഗംഭീരമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആ സവാളയും തക്കാളി പച്ചമുളകൊക്കെ വാടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, ചതച്ച് വെച്ചതല്ല, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുത്താണ്. പക്ഷേ ചിലതൊന്നും അരയാണ്ട് കിടക്കുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണയൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം എരിവുള്ള മുളക് പൊടി ആയിരുന്നിട്ട് ഇട്ട് കൊടുത്ത്, അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണേ. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ എരിവുള്ള മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചിലവർക്ക് ഒരുപാട് എരിവ് ഇഷ്ടമല്ലായിരിക്കും, ചിലവർക്ക് ഞാൻ അത്യാവശ്യം ചെറിയൊരു എരിവിനാണ് കേട്ടോ വെക്കണം. കാരണം ആദ്യം ഞാൻ പറഞ്ഞില്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടി, ഇതിന് അത്യാവശ്യം എരിവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്ര ഐറ്റംസ് ചേർത്ത് ഞാൻ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപ്പിടിക്കും. കാരണം നമ്മൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പൊടികൾ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട്, ഇപ്പോൾ ആദ്യം ഞാൻ വറുത്തപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മല്ലി മുളകും വറുത്താറുന്നല്ലോ, അത് വറുത്തപ്പോഴാണെങ്കിലും ഞാൻ ഫ്ലെയിം തീരെ സ്ലോയിലിട്ടിട്ടാണ് ഞാൻ ചെയ്യാറ്. മൊത്തത്തിൽ ശരിയാവുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, പനി കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാം നല്ല മൂക്കടപ്പ് തുമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വർത്തമാനം പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ കൊണ്ട് തീർക്കണ്ടേ, വോയിസ് കൊടുത്ത് തീർക്കണ്ടല്ലേ എന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ല് കാര്യങ്ങളെല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്, കപ്പയും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് മസാല കാര്യങ്ങളൊക്കെ അതിൻ്റെ പച്ചമണിയൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കും. ഇപ്പം മിക്സ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലോണം അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നിരത്തി ഇട്ട് കൊടുക്കുക. നമ്മുടെ കപ്പയുടെ മുകളിലേക്ക് നേരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം നിരത്തി തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. ഇതിനൊരു സൂത്രമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മല്ലിയിലയോ അതുപോലെ തന്നെ കറിവേപ്പില എന്നെ ഇഷ്ടമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വയ്ക്കുക. അടുപ്പത്തേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ ചാറ് താഴെ നമ്മൾ എല്ലും ഇറച്ചിയോടെയും കൂടി വേവിച്ചതാണല്ലോ ഇട്ട് കൊടുത്തതാണ്, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കപ്പ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ആ ചാറ് നമുക്ക് ചെറിയൊരു തിള തന്നെ കാണാം.
നമ്മളെടുക്ക് പാത്രവും തുറന്ന് നോക്കി മൂടിയൊന്ന് തുറന്ന് നോക്കിയാൽ അതുപോലെ തിള വന്നത് കാണാം കേട്ടോ. ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് അത്യാവശ്യം നല്ലോണം ചൂടായിട്ട് ഈ ബീഫിൻ്റെ ഇതൊക്കെ ചേർന്ന് ഈ ആവിയൊക്കെ വന്ന് അത്യാവശ്യം നല്ലോണം അത്യാവശ്യം വെന്ത് നല്ല സെറ്റായിട്ടായിരിക്കും ഇരിക്കണം. അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കപ്പയ്ക്ക് നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഇടുക്കി ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവർക്കിടയിൽ ഈ അവിടുത്തെ മെയിൻ ഐറ്റാണല്ലോ എല്ലും കപ്പയും എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അവർക്കിടയിൽ കപ്പയ്ക്ക് നല്ല ഉടയ്ക്കാൻ പാകത്തിന് ഒരു സംഭവം ഉണ്ട്, കോല് പോലത്തെ സംഭവമുണ്ട്, അതുപോലെ ഉടച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ മരത്തിൻ്റെ ചട്ടകം ഉണ്ടല്ലോ, വലിയ ചട്ടകം, അത് വെച്ചിട്ടാണ് നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ആ സ്റ്റീലിൻ്റെ കയ്യിൽ തന്നെ വെച്ച് തന്നെയാണ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണേ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടമൊക്കെയാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നല്ലോണം ഒന്ന് ഉടച്ച് കപ്പ ഒന്തോരം ഉടഞ്ഞ് കിട്ടണോ, ഉടഞ്ഞ് നല്ല കുറുകി നല്ല സ്റ്റാറൊക്കെ ആയിട്ട് നല്ല സെറ്റായി കിട്ടണം, കുഴഞ്ഞ് കിട്ടണം. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് രുചിയായിട്ട് വന്നെ. കപ്പയ്ക്ക് നല്ലോണം വേവിക്കണം കേട്ടോ. ഞാനൊരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ അടുപ്പിക്കും കേട്ടോ. കപ്പ അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. അതുപോലെ നമ്മൾ മേടിക്കണ കപ്പ നല്ല കപ്പ മേടിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണയാണ് കേട്ടോ. ഈ കപ്പയും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് കയറാണ്ടിരിക്കാനാണ് ഈ ഗരം മസാല ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയാണെങ്കിലും നിങ്ങൾ വിതറി കൊടുക്കുക. ആ കുരുമുളക് പൊടിയോടെ ഇട്ട് വിതറി അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഈ തക്കോലും ജീരകവും കാര്യങ്ങളും അങ്ങനെ കറുവപ്പട്ട സംഭവങ്ങളൊക്കെ പൊടിച്ചത് അതോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അന്നേരം അതിൻ്റെ മണയ്ക്കും അതിലേക്ക് ഇറങ്ങിക്കോളും. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുത്ത് നമ്മുടെ സംഭവം ഇവിടെ സെറ്റാക്കി എടുക്കാം. എന്താ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് എല്ലും കപ്പയും, ഏഷ്യാഡ് എല്ലും കപ്പയും, അതുപോലെ തന്നെ കപ്പ ബിരിയാണി, അങ്ങനെ പല സ്ഥലത്തും പല പേരാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇക്ക കുളിക്കുവാണ്. ഇക്കയുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് കഴിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എല്ലും കപ്പയുടെ റെസിപ്പി ഇവിടെ കഴിഞ്ഞു. അതുപോലെ തന്നെ മസാല ദോശ, ഇന്നിപ്പോൾ അങ്ങനെ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പരമാവധി നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കണ്ടുപോകണം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് ഇതിനെ കണ്ടുപോകുമ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ചിലപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം വിട്ടുപോകും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.